പ്ലസ് വൺ കെമിസ്ട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ള ലെസനാണ്. അതിൽ തന്നെ നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ച്ഡ് ചെയിൻ ആൽക്കെയിൻസ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെയിൻസിൻ്റെ IUPAC നോമൻക്ലേച്ചർ പഠിച്ചു. അതോടൊപ്പം തന്നെ ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്താണെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരുന്നിട്ടുള്ള സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെയിൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ബ്രാഞ്ച്ഡ് ചെയിൻ ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. അതായത് സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെയിൻസിൽ തന്നെ ആൽക്കൈൽ ഗ്രൂപ്പ്സ് വരുന്നു. ഇപ്പോൾ ഇതൊരു കാർബൺ കാർബൺ ചെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്യുന്നു, CH3 ഗ്രൂപ്പുകൾ, മീഥൈൽ ഗ്രൂപ്പ്, ഈഥൈൽ ഗ്രൂപ്പ്, പ്രൊപ്പൈൽ ഗ്രൂപ്പ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ട്രെയിറ്റ് ചെയിൻ ഹൈഡ്രോകാർബൺസിനെയാണ് നമ്മൾ ബ്രാഞ്ച്ഡ് ചെയിൻ ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്രാഞ്ച്ഡ് ചെയിൻ ആൽക്കെയിൻസ് എങ്ങനെയാണ് നെയിം ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നോമൻക്ലേച്ചർ ഓഫ് ബ്രാഞ്ച്ഡ് ചെയിൻ ആൽക്കെയിൻസ്. അപ്പോൾ അതിൽ കുറച്ച് റൂൾസ് ഉണ്ട്, IUPAC റൂൾസ് ഉണ്ട്. IUPAC റൂൾസ് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് നെയിമിങ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ റൂൾ എന്ന് പറയുന്നത് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഇൻ ദ മോളിക്യൂൾ ഈസ് ഐഡന്റിഫൈഡ്. നമുക്കൊരു മോളിക്യൂൾ തന്നിട്ടുണ്ടെങ്കിൽ ആ മോളിക്യൂളിലെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, അതിനെയാണ് കാർബൺ സ്കെലിറ്റൻ അല്ലെങ്കിൽ പാരന്റ് ചെയിൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ ഇപ്പോൾ നോക്കിക്കേ, CH3 ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, 1 2 3, നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിങ്ങനെ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് 9 കാർബൺ ആറ്റംസ് ഉണ്ട് സ്ട്രെയിറ്റ് ചെയിനിൽ. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും നെയിം ചെയ്യാം. കണ്ടോ, ഇങ്ങനെ താഴേക്ക് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ താഴേക്ക് കൗണ്ട് ചെയ്യുമ്പോൾ ഇത് ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, 7 8. അപ്പോൾ താഴേക്ക് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 8 കാർബൺ ആറ്റംസ് ഉള്ളൂ. അതേസമയം നമ്മൾ ഫസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് 9 കാർബൺ ആറ്റംസ് കിട്ടി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഫസ്റ്റ് കൗണ്ടിങ് ആണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന മോളിക്യൂളിൽ ഒന്നെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് അല്ലെങ്കിൽ ക്രോസ് ആയിട്ടോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. പക്ഷെ ലോങ്സ്റ്റ് ചെയിൻ ആയിരിക്കണം. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ എടുത്താലും ഇപ്പം രണ്ടാമത്തെ സ്ട്രക്ചറിൽ കാണുന്ന പോലെ ഇങ്ങനെ താഴേക്ക് കൊടുത്താലും ഏതാണോ ലോങ്സ്റ്റ് ചെയിൻ ആ ലോങ്സ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുക. അതാണ് ഫസ്റ്റത്തെ റൂൾ. ഓക്കെ, ഇനി സെക്കൻഡ് റൂൾ എന്ന് പറയുന്നത് നമ്പറിങ് ഈസ് ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദ ബ്രാഞ്ച്ഡ് കാർബൺ ആറ്റം ഗെറ്റ്സ് ദി ലോവസ്റ്റ് പോസിബിൾ നമ്പേഴ്സ്. അതിപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, ബ്രാഞ്ച്ഡ് കാർബൺ എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഈ അറ്റാച്ച്മെന്റ് വരുന്നത്. ഇതൊരു അറ്റാച്ച്മെന്റ് ആണ്, കണ്ടോ, മീഥൈൽ ഗ്രൂപ്പ് ആണത്. ഇത് 2 കാർബൺ വന്നിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണ്. ഇതിനെ നമ്മൾ ഈഥൈൽ ഗ്രൂപ്പ് എന്നാ പറയും. ഓക്കെ, 2 എണ്ണം. ഒരു കാർബൺ ആണെങ്കിൽ അത് CH3 ഗ്രൂപ്പ് ആണ്, 2 കാർബൺ വന്നിരിക്കുന്നത് CH2 CH3 ആണ്. ഓക്കെ, അപ്പൊ ആദ്യത്തേത് മീഥൈൽ ഗ്രൂപ്പ് ആണ്, രണ്ടാമത്തേത് ഈഥൈൽ ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇതിനെയാണ് നമ്മൾ ബ്രാഞ്ച്ഡ് കാർബൺസ് എന്ന് പറയുന്നത്. ഈ ബ്രാഞ്ച്ഡ് കാർബൺസ് നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് നമ്പർ കൊടുക്കും. നമ്പർ കൊടുക്കുമ്പോൾ അതിന് ലോവസ്റ്റ് പോസിബിൾ നമ്പർ വരണം. ഓക്കെ, അതെന്താ ഈ പറയണത്, ഇപ്പൊ നമ്മൾ നോക്കിക്കുമ്പോൾ നമ്മൾ നേരെ 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 നമ്മളിങ്ങനെ കൗണ്ട് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ കൗണ്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് കാർബൺ വന്നു, സെക്കൻഡ് കാർബണിലാണ് ഈ C ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ നമുക്ക് 6th കാർബണിലും ഇവിടെ ഒരു ബ്രാഞ്ചിങ് വന്നിട്ടുണ്ട്, 2 കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ബ്രാഞ്ചിങ് ഏതൊക്കെ കാർബണിലാണ്, സെക്കൻഡ് കാർബണിലുണ്ട്, അതുപോലെ 6th കാർബണിലും വന്നിട്ടുണ്ട് ബ്രാഞ്ചിങ്. ഇനി നമ്മൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കൗണ്ട് ചെയ്യാം. ഇങ്ങനെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെയും കൗണ്ട് ചെയ്യാം. ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ 4ാമത്തെ കാർബണിലാണ് ഈ 2 കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, കണ്ടോ. അതുപോലെ തന്നെ 8th കാർബണിലാണ് ഒരു അറ്റാച്ച്മെന്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 4ഉം 8ഉം ആണ് നമ്പേഴ്സ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ പോസിബിലിറ്റി എടുക്കത്തില്ല, നമ്മൾ എടുക്കുന്ന പോസിബിലിറ്റി ഫസ്റ്റത്തെയാണ്. അതിന് കാരണം ബ്രാഞ്ചിങ് എപ്പോഴും ലോവസ്റ്റ് നമ്പറിലായിരിക്കണം. ഫസ്റ്റത്തേൽ സെക്കൻഡ് കാർബണിലാണ് നമുക്ക് കാർബൺ വന്നിരിക്കുന്നത്, മീഥൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. സോ നമ്മൾ ഈ ഫസ്റ്റത്തത് പ്രിഫർ ചെയ്യും. സെക്കൻഡ് എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുന്നില്ല, സെക്കൻഡിൽ ഈ അറ്റാച്ച്മെന്റ് ഫസ്റ്റ് തുടങ്ങുന്ന 4th കാർബണിലാണ്. അപ്പൊ നമ്മൾ 4th കാർബൺ എടുക്കത്തില്ല. ഓക്കെ, സെക്കൻഡ് കാർബണിലെ അറ്റാച്ച്മെന്റിൽ കൗണ്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് റൂള്. നമ്പറിങ് ഈസ് ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് the branched carbon atoms get the lowest possible number. ബ്രാഞ്ചിങ് എപ്പോഴും ലോവസ്റ്റ് കൗണ്ട് ചെയ്ത് വരുമ്പോൾ ലോവസ്റ്റ് കാർബണിൽ വരണം. ഓക്കെ, 4 എന്നുള്ള കാർബൺ എടുക്കത്തില്ല, സെക്കൻഡ് കാർബൺ എടുത്തു. ഓക്കെ, തേർഡ് റൂൾ എന്താന്ന് നോക്കാം. തേർഡ് റൂൾ പറയുന്നത് the names of alkyl groups attached as a branch are then prefixed to the
name of the parent alkene and position of the substituents is indicated by the appropriate numbers. Okay, അപ്പോൾ നമ്മൾ കൗണ്ടിങ് ഒക്കെ ചെയ്തു. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പാരന്റ് സ്കെലിറ്റൺ നമ്മൾ കൗണ്ട് ചെയ്തപ്പോൾ നമുക്ക് 9 കാർബൺ ആറ്റംസ് ഉണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ് കൗണ്ട് ചെയ്തു. ആൽക്കൈൽ ഗ്രൂപ്പ്സ് നമ്മൾ ലോവസ്റ്റ് കാർബണിൽ കൊടുത്തു. അപ്പോൾ സെക്കൻഡ് കാർബണിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇതൊരു ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഇനി അതുപോലെ 6th കാർബണിൽ നമുക്ക് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇത് CH2 CH3 ഗ്രൂപ്പാണ്. അപ്പോൾ ഇങ്ങനെ വന്നു. ഇനി ഈ ആൽക്കൈൽ ഗ്രൂപ്പ്സ് നമ്മൾ ചെയ്യുമ്പോൾ ഇനി പ്രിഫിക്സുകൾ കൊടുക്കും പാരന്റ് ആൽക്കൈലായിട്ട്. അതുപോലെ പൊസിഷൻ ഓഫ് ദ സബ്സ്റ്റിറ്റ്യൂവൻസും നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ കോമ്പൗണ്ടിൽ ഇപ്പം ഞാനിവിടെ CH3 ആഡ് ചെയ്യണം കേട്ടോ. ഇത് CH3 ഗ്രൂപ്പാണ്, ഇത് CH2 CH3 ആണ്. ഓക്കെ, ഇവിടെ പ്രിഫിക്സുകൾ കൊടുത്തിട്ടാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ്സ് എപ്പോഴും നെയിം ചെയ്യുന്നത്. പ്രിഫിക്സുകൾ കൊടുത്തിട്ട്, അതായത് പാരന്റ് കാർബൺ നമ്മൾ നെയിം ചെയ്യുമ്പോൾ, ആ കോമ്പൗണ്ട് നെയിം ചെയ്യുമ്പോൾ അതിന് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ബ്രാഞ്ചിങ് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇവിടെ 9 കാർബൺ ആറ്റംസ് ഉണ്ടല്ലോ. 9 കാർബൺ ആറ്റമുള്ള ആൽക്കൈൽ ഗ്രൂപ്പിൽ നമ്മൾ എന്താണ് നൊനെയിൻ എന്നാ പറയുക, നൊനെയിൻ. ഓക്കെ, ഇത് നൊനെയിൻ ആണ്. ഈ നൊനെയിനില് സെക്കൻഡ് കാർബണിൽ നമുക്കൊരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇത് മീഥൈൽ ഗ്രൂപ്പാണ്. സെക്കൻഡ് കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ്, 6th കാർബണിൽ ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ആൽഫബറ്റിക് ഓർഡർ നോക്കുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ E കഴിഞ്ഞിട്ടാണ് നമുക്ക് M വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യം പറയണം. ഓക്കെ, 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ്. നമ്മൾ സാധാരണ വിചാരിക്കും സെക്കൻഡ് കാർബണിലുള്ള മീഥൈൽ ഗ്രൂപ്പ് ആദ്യം നെയിം ചെയ്യാമെന്ന്. അങ്ങനെയല്ല, ആൽഫബറ്റിക് ഓർഡറിൽ ഈഥൈൽ E കഴിഞ്ഞിട്ടാണ് M വരുന്നത്. സോ വി നീഡ് ടു ഗീവ് ഈഥൈൽ ഗ്രൂപ്പ് ഫസ്റ്റ്. എത്രാമത്തെ കാർബണിലാണ് ഈഥൈൽ ഗ്രൂപ്പ് വരുന്നത്? 6th കാർബണിൽ. അപ്പൊ നമ്മൾ ആദ്യം 6 ആ കാർബൺ ആറ്റത്തിന്റെ നമ്പർ സ്പെസിഫൈ ചെയ്ത് ഒരു ഹൈഫൺ ഇടണം. എന്നിട്ട് നമ്മൾ ഈഥൈലിന് എഴുതുക, ഹൈഫൺ ഇട്ടിട്ട് ഈഥൈൽ. ഓക്കെ, ഈഥൈൽ. അത് കഴിഞ്ഞ് വീണ്ടും ഹൈഫൺ ഇടാം, കാരണം നമ്മൾക്ക് ഇനി മീഥൈൽ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ മീഥൈൽ ഗ്രൂപ്പ് 2 സെക്കൻഡ് കാർബണിൽ മീഥൈൽ. അപ്പൊ 2 ഇട്ട് ഹൈഫൺ ഇട്ട് മീഥൈൽ എഴുതുക, മീഥൈൽ. എന്നിട്ട് ഈ കോമ്പൗണ്ടിന്റെ പേര്, ഇത് ഏത് കോമ്പൗണ്ട് ആണ്? നൊനെയിൻ. ഓക്കെ, 6 ഈഥൈൽ 2 മീഥൈൽ നൊനെയിൻ. ഇങ്ങനെയാണ് നമ്മൾ ബ്രാഞ്ച്ഡ് ഹൈഡ്രോ കാർബൺസ് നെയിം ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് റൂൾ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് റൂള്, ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നെയിം ചെയ്യാം എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് റൂള്. ഓക്കെ, ഇഫ് 2 or more identical substituent groups are present, okay, then the numbers are separated by commas. അപ്പോൾ 2ഓ അതിലധികമോ ആൽക്കൈൽ ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കോമ ഇട്ടിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. ഇനി നെയിംസ് ഓഫ് ഐഡന്റിക്കൽ സബ്സ്റ്റിറ്റ്യൂവൻസ് ആർ നോട്ട് റിപ്പീറ്റഡ്. ഇപ്പൊ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മീഥൈൽ നമ്മൾ എഴുതത്തില്ല, അതിന് പകരം നമ്മൾ ഡൈമീഥൈൽ എന്ന് പറയും. ഇനി 3 മീഥൈൽ ഉണ്ടെങ്കിൽ നമ്മൾ ട്രൈമീഥൈൽ എന്ന് പറയണം. 4 ഉണ്ടെങ്കിൽ ടെട്ര, 5 ഉണ്ടെങ്കിൽ പെൻറ്റ, 6 ഉണ്ടെങ്കിൽ ഹെക്സ. അങ്ങനെയാണ് എഴുതി പോകുന്നത്. അല്ലാതെ മീഥൈൽ അല്ലെങ്കിൽ മീഥൈൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് എഴുതത്തില്ല. ഡൈ, ട്രൈ, ടെട്ര എന്നുള്ള വേർഡ്സ് യൂസ് ചെയ്യണം. ഓക്കെ, ഫസ്റ്റത്തെ കോമ്പൗണ്ട് നോക്കിക്കേ. ഇതാണ് ഫസ്റ്റത്തെ കോമ്പൗണ്ട്. ഈ ഫസ്റ്റത്തെ കോമ്പൗണ്ടിൽ CH3 ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, 5 കാർബൺ ഉണ്ട് ഈ കോമ്പൗണ്ടിൽ. ഈ 5 കാർബണിൽ സെക്കൻഡ് കാർബണിലും ഫോർത്തിലും നമുക്ക് മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, സെക്കൻഡ് കാർബണിലും മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഫോർത്ത് കാർബണിലും ഉണ്ട്. അപ്പൊ സെക്കൻഡില് 2 മീഥൈൽ ഗ്രൂപ്പ് ആയത് കാരണം നമ്മൾ ഡൈമീഥൈൽ എന്ന് പറയണം. ഓക്കെ, മീഥൈൽ എന്ന് പറയത്തില്ല, ഡൈമീഥൈൽ എന്ന് പറയണം. അതോടൊപ്പം തന്നെ ഏതൊക്കെ പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ് കിടക്കുന്നത് നോക്കിക്കേ. സെക്കൻഡ് കാർബണിലാണ് ഫസ്റ്റത്തെ മീഥൈൽ ഗ്രൂപ്പ് കിടക്കുന്നത്, ഫോർത്തിലാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതി പേര്? 2 4 കണ്ടോ, 2, 4 2 4 ഹൈഫൺ ഇട്ടു ഡൈമീഥൈൽ പെന്റീൻ. 5 കാർബൺ ഉള്ളത് കാരണം ഇത് പെന്റീൻ ആണ്. സോ ഇറ്റ് ഈസ് 2 4 ഡൈമീഥൈൽ പെന്റീൻ. ഓക്കെ, ഇനി സെക്കൻഡ് കോമ്പൗണ്ട് നോക്കിക്കേ. സെക്കൻഡ് കോമ്പൗണ്ടിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 കാർബൺ ഉണ്ട്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോയി. ഇനി സെക്കൻഡ് കാർബണിൽ തന്നെ മേളിലേക്കും താഴേക്കും മീഥൈൽ ഗ്രൂപ്പുകളുണ്ട്, CH3 ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ട്. ഇതൊരു CH3 ഗ്രൂപ്പ്, ഇതൊരു CH3 ഗ്രൂപ്പ്. കണ്ടോ, അപ്പൊ 2 മീഥൈൽ ഗ്രൂപ്പ് വന്നു. ഇനി ഫോർത്ത് പൊസിഷനിൽ ഒരു മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്.
അല്ലേ? അപ്പൊ ഇത് പെന്റെയിൻ, 5 കാർബൺ ഉള്ളത് കാരണം ഇത് പെന്റെയിൻ ആണ്. എന്നിട്ട് ഏതൊക്കെ പൊസിഷനിലാണ് മീഥൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത് ആ കാർബണിന്റെ പൊസിഷൻ നമ്മൾ ആദ്യം പറയണം. സെക്കൻഡിൽ തന്നെ കാണാം. അപ്പൊ നമ്മൾ ഇങ്ങനെ 2 2 എന്തുകൊണ്ട് 2,2 ഇട്ടത്? സെയിം കാർബണിൽ തന്നെ സെക്കൻഡ് കാർബണിലെ മുകളിലേക്കും താഴേക്കും മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ദെൻ അതോടൊപ്പം തന്നെ നമുക്ക് ഫോർത്ത് കാർബണിലും മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. എന്നിട്ട് ഹൈഫൻ ഇടാം. 2 2 4 മൊത്തം എത്ര മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്? 3 എണ്ണം. സോ വി കോൾ ഇറ്റ് ആസ് ട്രൈ. ഓക്കെ, ട്രൈ മീഥൈൽ പെന്റീൻ. കണ്ടോ? ഇനി തേർഡ് കോമ്പൗണ്ട് നോക്കിക്കേ. തേർഡ് കോമ്പൗണ്ടിൽ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുകയാണ്. ലോങ്സ്റ്റ് പോസിബിൾ ചെയിൻ സ്ട്രെയിറ്റ് ആണ്. അപ്പൊ നമുക്ക് 1 2 3 4 5 6 7 കാർബൺ ഉണ്ട്. അപ്പൊ അത് ഹെപ്റ്റൈൻ ആയി. ഇനി എവിടെയൊക്കെയാണ് ബ്രാഞ്ചിങ് വന്നിരിക്കുന്നത് നോക്കൂ. ബ്രാഞ്ചിങ് തേർഡ് കാർബണിൽ ഒരു CH2CH3 ഗ്രൂപ്പ്. ഇത് CH2CH3 എന്ന് വെച്ചാൽ എന്താണ്? ഈത്തൈൽ ഗ്രൂപ്പ് ആണത്. അത് ലെഫ്റ്റിലേക്ക് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഇത് CH2CH3 ഗ്രൂപ്പ് ആണത്. എന്ന് വെച്ചാൽ എന്താ? ഈത്തൈൽ ഗ്രൂപ്പ്, C2H5 ഗ്രൂപ്പ് ആണത്. ഓക്കെ, അത് ഈത്തൈലാണ്. ഇനി ഒരു മീഥൈൽ ഗ്രൂപ്പ് മുകളിലേക്കും ഒരു മീഥൈൽ ഗ്രൂപ്പ് താഴേക്കും ഉണ്ട്, അല്ലെ? അപ്പൊ ഫോർത്ത് കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, CH3CH3. ഓക്കെ, ഇനി തേർഡ് കാർബണിൽ ഈത്തൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ മീഥൈലും ഇത് ഈത്തൈൽ ഗ്രൂപ്പ്, ഈഥൈലും മീഥൈലും വന്നത് കാരണം നമ്മൾ കൂടുതൽ പ്രിഫറൻസ് ഈഥൈലിന് കൊടുക്കുന്നു. ഈ ആൽഫബറ്റിക് ഓർഡറിൽ ഈ ആദ്യം പറയുക. സോ എത്രാമത്തെ കാർബണിലാണ് ഈഥൈൽ ഗ്രൂപ്പ്? ഈ ഈഥൈൽ ഗ്രൂപ്പ് വന്നിരിക്കുന്നത് തേർഡ് കാർബണിൽ. സോ 3 ഈഥൈൽ. കണ്ടോ? 3 ഈഥൈൽ ഇട്ടു, ഹൈഫൺ ഇട്ടു. ഫോർത്ത് കാർബണിലെ 2 മീഥൈൽ ഗ്രൂപ്പ്. സോ 4,4 ഡൈമീഥൈൽ ഹെപ്റ്റൈൻ. ഓക്കെ, നൗ നെക്സ്റ്റ് റൂൾ നോക്കാം. If two substituents are found in equivalent positions, the lower number is given to the one coming first in the alphabetical listing. രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് നമുക്ക് ഒരേ പൊസിഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ ലോവർ നമ്പർ നമ്മൾ എന്തിനു കൊടുക്കുന്നു? 1 കമ്മിങ് ഇൻ ദ ആൽഫബറ്റിക്കൽ ലിസ്റ്റിംഗിലാണ്. ഓക്കെ, അതായത് ഇപ്പൊ നമ്മള് ഇവിടെ ഇങ്ങനെ നേരെ ഇങ്ങനെ എണ്ണാന്ന് വിചാരിക്കട്ടെ, കൗണ്ട് ചെയ്തു. അപ്പൊ ഇതിൽ നമുക്ക് തേർഡ് കാർബണിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, ഒരു ബ്രാഞ്ചിങ് വന്നു. അത് ഈഥൈൽ ഗ്രൂപ്പാണ്. ഇത് ഈഥൈൽ. ഇനി 6th പൊസിഷനിലും ഇത് മീഥൈൽ വന്നു. ഓക്കെ, ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വേണം. നമ്മൾ നിങ്ങൾക്ക് ബാക്കിന് ഇങ്ങോട്ട് വേണമല്ലോ, അതും പോസിബിലിറ്റി ഇല്ലേ? അവിടെ നിന്ന് എണ്ണുമ്പോൾ നമുക്ക് തേർഡ് കാർബണിൽ തന്നെയാണ് അറ്റാച്ച്മെന്റ് വരുന്നത്. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഈ ബാക്കിൽ നിന്ന് എണ്ണണോ അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് എണ്ണണോ എന്നുള്ളത്. അപ്പൊ നമ്മൾ അതാണ് ഈ റൂൾ പറയുന്നത്. അതായത് ടു സബ്സ്റ്റിറ്റ്യൂവൻസ് ആർ ഫൗണ്ട് ഇൻ ഈക്വലന്റ് പൊസിഷൻസ്. ഒരേപോലത്തെ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ ലോവർ നമ്പർ ഇസ് ഗിവൻ ടു ദി വൺ കമ്മിങ് ഫസ്റ്റ് ഇൻ ദ ആൽഫബറ്റിക്കൽ ലിസ്റ്റിംഗ്. അപ്പൊ നമ്മള് ഈ മീഥൈൽ ഗ്രൂപ്പിന് ബാക്കിലേക്ക് എണ്ണുന്നില്ല. അതിന് കാരണം അത് മീഥൈൽ ഗ്രൂപ്പാണ്, M ആണ്. അതേസമയം നമ്മൾ ആൽഫബറ്റിക്കലി ഈഥൈൽ ഗ്രൂപ്പാണ് നമുക്ക് ആദ്യം വരുന്നത്. E ആണ് ആദ്യം വരുന്നത് ആൽഫബറ്റിക് ഓർഡറിൽ. അതുകൊണ്ട് 3 ഈഥൈൽ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഫോർവേഡ് കൗണ്ടിങ് എടുക്കും, ബാക്ക്വേർഡ് കൗണ്ടിങ് എടുക്കത്തില്ല, ഫോർവേഡ് കൗണ്ടിങ് എടുക്കും. ഓക്കെ, സോ 3 ഈഥൈൽ. ഓക്കെ, 6 മീഥൈൽ. ഇത് എത്രയാണ്? 8 കാർബൺ ഉള്ളത് കാരണം ഇത് ഒക്ടീൻ. 3 ഈഥൈൽ. 3 ഇട്ടിട്ട് ഹൈഫൺ ഇടാം, ദെൻ ഈഥൈൽ എഴുതുക. 3 ഈഥൈൽ. ദെൻ 6th കാർബണിലെ മീഥൈൽ ഗ്രൂപ്പ്. സോ 6 മീഥൈൽ. 6 ഇട്ട് ഹൈഫൺ ഇടാം. 6 മീഥൈൽ. കണ്ടിന്യൂസ് ആയിട്ട് എഴുതണേ, ഒക്ടീൻ. ഒക്ടീൻ. അല്ലാതെ ബാക്കിൽ നിന്ന് എഴുതത്തില്ല. അതായത് 3 മീഥൈൽ 6 ഈഥൈലിൽ എഴുതത്തില്ല. ഓക്കെ, ഇനി ആൽഫബറ്റിക്കൽ ഓർഡർ നമ്മൾ എഴുതുമ്പോൾ പ്രിഫിക്സുകൾ ഉണ്ടല്ലോ, ഐസോപ്രോപ്പൈൽ അല്ലെങ്കിൽ നിയോപ്രോപ്പൈൽ ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അത് ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ദി പാർട്ട് ഓഫ് ദ ഫണ്ടമെന്റൽ നെയിം ഓഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ്. നമ്മളിങ്ങനെ സ്ട്രൈറ്റ് ചെയിൻ എഴുതി പോകുമ്പോൾ അതിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ ഐസോ അല്ലെങ്കിൽ നിയോ ഗ്രൂപ്പ്സ് ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യണം. അതേസമയം സെക്കൻഡറി ടെർഷറി എന്നുള്ളത് നമ്മൾ ഫണ്ടമെന്റൽ നെയിം, അതായത് ഈ പാരന്റ് ചെയിന്റെ നെയിം ആയിട്ട് കൂടെ എഴുതത്തില്ല. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതും. ഓക്കെ, അത് എക്സാമ്പിൾ വരുമ്പോൾ നമ്മൾ പറയാം. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആകത്തില്ല അത്. ഇനി നമുക്ക് ഇതിന്റെ ബേസ് ചെയ്തിട്ട് 1-2 പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്, റൈറ്റ് IUPAC നെയിംസ് ഓഫ് ദ ഫ്ലോയിങ് കോമ്പൗണ്ട്സ്. ഓക്കെ, IUPAC നെയിം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഏതൊക്കെയാണ് കോമ്പൗണ്ടുകൾ? ഫസ്റ്റത്തെ കോമ്പൗണ്ട് CH3 thrice C. ഓക്കെ, CH3 thrice C, CH2 C, CH3 thrice. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം.
ഇപ്പൊ ഫസ്റ്റത്തെ കാർബണിൽ CH3 ത്രൈസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതായത് 3 CH3 ഉണ്ട്. അപ്പൊ ഒരു CH3 ഞാൻ ഇവിടെ എഴുതി. ഓക്കെ, അതിന്റെ കൂടെ ഈ ഒരു കാർബൺ ഉണ്ട്, അതായത് ഈ കാർബണിൽ, ഞാൻ ഈ ടിക്കിടുന്ന കാർബണിൽ നമുക്ക് 3 CH3 ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം CH3, ഇത് താഴേക്ക് ഒരു CH3 എഴുതാം. ഓക്കെ, ഇനി ഇതാണ് സെക്കൻഡ് കാർബൺ ഞാൻ ഇവിടെ എഴുതി. ഈ CH2 ഗ്രൂപ്പാണ് ഞാൻ എഴുതാൻ പോകുന്നത്, CH2. ഇനി ഞാൻ ഈ C എഴുതുന്നു, C. ഞാൻ ഈ CH3 കൊടുക്കുന്നു. ഈ കാർബണിലാണ് 3 CH3 ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. CH3, CH3, CH3. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒന്ന് എത്ര കാർബൺ ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. നമ്മൾ ലോങ്സ്റ്റ് പോസിബിൾ ചെയിൻ സെലക്ട് ചെയ്ത് നോക്കാം, നേരെ കൗണ്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കാരണം ഇത് ഈ ഫോർവേഡ് കൗണ്ടിങ് എടുത്താലും ബാക്ക്വേർഡ് കൗണ്ടിങ് എടുത്താലും സെക്കൻഡിലാണ്, രണ്ടാമത്തെ കാർബണിലാണ് ബ്രാഞ്ചിങ് വന്നിരിക്കുന്നത്. 1 2 3 4 5. ബാക്കിലേക്ക് എണ്ണിയാലോ, ഇത് 1 2 സെക്കൻഡ് കാർബണിൽ തന്നെ വരുന്നത്, സെയിം ടൈപ്പ് ഓഫ് ഇതാ വരുന്നത്. അത് കാരണം നമ്മൾ ഞാൻ ഫോർവേഡ് കൗണ്ടിങ് എടുത്തു. അപ്പൊ ഇത് 5 കാർബൺ ഉള്ളത് കാരണം ഇത് പെന്റെയിൻ ആണ്, ഈ കോമ്പൗണ്ട് പെന്റെയിൻ ആണ്. പെന്റെയിനിൽ സെക്കൻഡ് കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പുകളുണ്ട്, അതുപോലെ ഫോർത്ത് കാർബണിലും 2 മീഥൈൽ ഗ്രൂപ്പുകളുണ്ട് അല്ലെ. അപ്പൊ സെക്കൻഡ് കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ്, അപ്പൊ 2 കോമ ഇടാം. ഇതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സെക്കൻഡ് കാർബണിലും മുകളിലും താഴത്തും രണ്ടാമത്തെ പൊസിഷനിലും 2 മീഥൈൽ ഗ്രൂപ്പുകളുണ്ട്. ഇനി അതുപോലെ തന്നെ ഫോർത്ത് കാർബണിൽ 4,4, ഓക്കെ, അതിലും 2 മീഥൈൽ ഗ്രൂപ്പുകളുണ്ട്. 2,2 4,4 ഹൈഫൺ ഇടാം, ടെട്രാ. ഓക്കെ, എന്താണ് ഗ്രൂപ്പ്? മീഥൈൽ. 5 കാർബൺ ഉള്ളത് കാരണം ഇറ്റ് ഇസ് പെന്റെയിൻ, ടെട്രാമീഥൈൽ പെന്റെയിൻ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി സെക്കൻഡ് കോമ്പൗണ്ട്, സെക്കൻഡ് കോമ്പൗണ്ടിൽ CH3 ട്വൈസ്, CH3 രണ്ടെണ്ണം ഉണ്ട്. CH3 ട്വൈസ്, പിന്നെ C2H5 ട്വൈസ്. അപ്പൊ ഈ സിയിലാണ് CH3 ട്വൈസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ C എഴുതി. അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് CH3, സെക്കൻഡ് CH3. ഓക്കെ, ഇനി അതിന്റെ കാർബണിൽ C2H5 രണ്ടെണ്ണം ഉണ്ട്. C2H5 എന്നുള്ളത് ഞാൻ CH2 CH3 C2H5 ഞാൻ ഇങ്ങനെ എഴുതി, കാരണം നെയിമിങ് വരുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. ആ കാർബണിൽ തന്നെ ഒരു CH2 CH3 കൂടെ ഉണ്ട്, അതായത് C2H5 ഗ്രൂപ്പ്. ഓക്കെ, CH2 CH3. അപ്പൊ ഈ കാർബണിൽ, ഈ മിഡിൽ കാർബണിലാണ് ഈ 2 CH3 ഗ്രൂപ്പും 2 C2H5 ഗ്രൂപ്പും വന്നിരിക്കുന്നത്. C2H5 ഞാൻ എക്സ്പാൻഡ്, ഈ C2H5 കൊടുത്തിരിക്കുന്നത് ഞാൻ എക്സ്പാൻഡ് ചെയ്താണ് CH2 CH3 എഴുതിയത് കേട്ടോ, കൺഫ്യൂഷൻ വേണ്ട. CH2 CH3 ഇത് രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ മിഡിൽ കാർബണിൽ 2 CH3 ട്വൈസ് ഗ്രൂപ്പും ഉണ്ട്, C2H5 ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ മിഡിൽ കാർബൺ. ഇനി ലോങ്സ്റ്റ് പോസിബിൾ ചെയിൻ എടുത്തേ. ലോങ്സ്റ്റ് പോസിബിൾ ചെയിൻ എടുക്കുമ്പോൾ ഒന്നെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കൗണ്ട് ചെയ്യാം കേട്ടോ. ഞാൻ സ്ട്രെയിറ്റ് കൗണ്ട് കൊടുത്ത് നോക്കുന്നു. ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 1 2 3 4 4 ഉള്ളൂ. ഇനിയോ, അപ്പൊ അത് ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം കൂടുതൽ കിട്ടുന്നുണ്ടോന്ന്. ഞാൻ ഈ കാർബൺ ഇങ്ങനെ എടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് എണ്ണുന്നു, ഇങ്ങനെ എണ്ണുന്നു കണ്ടോ, എങ്ങനെ വേണമെങ്കിലും എണ്ണാം. സോ ദിസ് വൺ ഈസ് 1 2 3 4 5. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു എണ്ണാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ വെള്ളേക്ക് എഴുതാം. ഓക്കെ, ഞാൻ ഇങ്ങനെ എഴുതിയപ്പോ എനിക്ക് 1 2 മൂന്നാമത്തെ കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പുകൾ വന്നു. പിന്നെ ഈ കോമ്പൗണ്ടിൽ 5 കാർബൺ ഉള്ളത് കാരണം അത് പെന്റെയിൻ ആണ്. സോ മൂന്നാമത്തെ കാർബണില്, ഇതാണ് മൂന്നാമത്തെ കാർബൺ, ഇതില് 1 2 മീഥൈൽ ഗ്രൂപ്പുകൾ വന്നിരിക്കുകയാണ്. സോ ഐ ആം ജസ്റ്റ് റൈറ്റിംഗ് ഇറ്റ് ആസ് 3,3 ഹൈഫൺ 2 മീഥൈൽ ഗ്രൂപ്പുകൾ കാരണം ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഡൈമീഥൈൽ പെന്റെയിൻ. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് വേറെ 1-2 എക്സസൈസ് കൂടെ നോക്കാം. അതില് സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തേത് 3 4 4 5 ടെട്രാമീഥൈൽ ഹെപ്റ്റെയിൻ. ഓക്കെ,
ഇത് കുറച്ചും കൂടി ഈസിയാണ് സ്ട്രക്ചർ എഴുതാനായിട്ട്. ഇതിന്റെ പാരന്റ് ചെയിൻ ഏതാന്ന് നോക്കാം. ഹെപ്റ്റെയിൻ. ഹെപ്റ്റെയിനിൽ എത്ര കാർബൺ ഉണ്ട്? 7 കാർബൺ ഉണ്ട്. പിന്നെ അതിൽ എന്തുണ്ട്? മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. എത്ര മീഥൈൽ, അതായത് CH3 ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, എത്ര CH3 ഗ്രൂപ്പ്സ് ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അത് ഏതൊക്കെ പൊസിഷനിലാണ്? 3rd പൊസിഷനിൽ, 4th പൊസിഷനിൽ, 4th പൊസിഷനിൽ, 5th പൊസിഷനിൽ. ഇതാണ് നമ്മുടെ ഹിന്റ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഹെപ്റ്റെയിൻ എഴുതി നോക്കാം. 1 2 3 4 5 6 7. 1 2 3 4 5 6 7. Okay, now methyl group add you. 1 2 3 4 5 6 7. methyl group 3rd പൊസിഷനിൽ ഇടൂ. CH3 ഗ്രൂപ്പിൽ ഇട്ടു. 4th പൊസിഷനിൽ 2 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം മേളിലേക്കും ഒരെണ്ണം താഴേക്കും കൊടുക്കണം. CH3 then 5th പൊസിഷനിൽ ഒരു methyl ഗ്രൂപ്പ്. നിറയെ മീഥൈൽ ഗ്രൂപ്പ്. 4 മീഥൈൽ ഗ്രൂപ്പായി. ഇനി ബാക്കി നമുക്ക് ആസ് യൂഷ്വൽ ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കാം. CH3 CH2 CH. ഇവിടെ വേണ്ട, C വേണ്ട, കാരണം 4 വാലൻസി സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ ഒരു H മാത്രം. ഇവിടെ CH2 CH3. ഇതാണ് നമ്മുടെ 3 4 4 5 ടെട്രാമീഥൈൽ ഹെപ്റ്റെയിൻ. ഇനി നെക്സ്റ്റ് കോമ്പൗണ്ട് 2,5 ഡൈമീഥൈൽ ഹെക്സെയിൻ. ഇത് നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട് ആയിരുന്നു. സെക്കൻഡ് കോമ്പൗണ്ട് 2,5 ഡൈമീഥൈൽ ഹെക്സെയിൻ. ഓക്കെ, ഇതില് പാരന്റ് ചെയിൻ ഹെക്സെയിൻ ആണ്. 6 കാർബൺ വരയ്ക്കണം. ഹെക്സെയിനിൽ 6 കാർബൺ ആണ്. ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഡൈമീഥൈൽ. പിന്നെ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഏതൊക്കെയാണ് പൊസിഷൻസ്? 2,5. ഓക്കെ, അപ്പൊ ഹെക്സെയിൻ എഴുതൂ. 1 2 3 4 5 6. ഓക്കെ, ഞാൻ നെയിം ചെയ്യട്ടെ, അപ്പോൾ എളുപ്പമായിരിക്കും നമുക്ക് മീഥൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യാനായിട്ട്. 5 6. ഓക്കെ, മീഥൈൽ ഗ്രൂപ്പ് സെക്കൻഡ് കാർബണിലുണ്ട്, അതുപോലെ തന്നെ 5th കാർബണിലുണ്ട്. അപ്പോൾ ഇത് CH3 2 മീഥൈൽ ഗ്രൂപ്പായി. സോ ഇറ്റ് ഈസ് കോൾഡ് ഡൈമീഥൈൽ. ഇനി ഹൈഡ്രജൻ ആഡ് ചെയ്ത് കൊടുക്കാം. CH3 CH CH2 CH2 CH CH3. ഓക്കെ, ഇതാണ് നമ്മുടെ 2,5 ഡൈമീഥൈൽ ഹെക്സെയിൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുപോലെ ഏതെങ്കിലും കോമ്പൗണ്ടുകളുടെ നെയിം നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ചിൽഡ്രൻ. ബൈ ബൈ.